നല്ലൊരു റിസൾട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഓയിൽ സ്കിന്നുകാർക്ക് ഏറ്റവും അധികം ഗുണം ചെയ്യും. നോർമൽ മറ്റുള്ള ആൾക്കാർക്കായാലും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്ക് തന്നെയാണ് കേട്ടോ. അവർക്ക് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ അവരുടെ മുഖം എപ്പോഴും ഇങ്ങനെ എണ്ണമയ ആയിരിക്കില്ല. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത്. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചുമ മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണെന്നറിയോ, ഇന്ന് നമുക്ക് ഫേസ് പാക്കാണ്. അത് ഓയിൽ സ്കിന്നുള്ളവർക്ക് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും വേണം. അന്ന് അവർക്ക് വേറെ പാക്കുകൾ ഇടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ അവർക്കൊക്കെ പറ്റിയിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് കേട്ടോ. എല്ലാതും നല്ല പാക്കുകൾ തന്നെയാണ്, ചെയ്ത് നോക്കണമെന്നേ ഉള്ളൂ. ഇത് ഓയിൽ സ്കിന്നുകാർക്ക് പ്രത്യേകിച്ച് ഗുണം ചെയ്യണ ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഓയിൽ സ്കിന്നൊന്നല്ല, എന്നാലും ഞാനിവിടെ ഇട്ട് കാണിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ദിവസമായി പാക്കുകളൊക്കെ ഇട്ടിട്ട്, അപ്പോൾ നമുക്കൊന്ന് ഇത്തിരി ഗ്ലാമറൊക്കെ ആവണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ വേണ്ടതെന്നറിയോ, നമ്മുടെ ബഞ്ചാരസിൻ്റെ, ഞാൻ ഇവിടെ ബഞ്ചാരസിൻ്റെയാണ് ഉപയോഗിക്കുന്നത്. മുൾട്ടാനി വേണ്ടിയാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏതിൻ്റെ കമ്പനിയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കമ്പനി നോക്കി മേടിച്ചിട്ട് അത് കുറച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇതിലോട്ട് കുറച്ചിടുന്നുണ്ട്. ഞാൻ കഴുത്തിലോട്ടൊന്നും ഇടണില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇടുമ്പോൾ കഴുത്തിലൊക്കെ ഇട്ടോളൂ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഓയിൽ സ്കിന്നല്ല, എന്നാലും നമ്മളിവിടെ ഒരു പാക്ക് ഇടാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. കുറേ നാളായി പാക്കുകളൊക്കെ ഇട്ടിട്ടേ, വയ്യാതെ വന്നപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാതിരുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഇത്തിരി കോളം എടുത്തിട്ടുള്ളൂ. പിന്നെ അതിലോട്ട് നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ, നമ്മുടെ കാപ്പിപ്പൊടി, ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടി. ഇതിങ്ങനെ ഓരോ രൂപയുടെ മേടിച്ച് ഇങ്ങനെ വയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് പാക്കിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് എടുത്താൽ മതിയല്ലോ. ബാക്കിയുള്ളത് ഭദ്രമായിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചാൽ നമുക്ക് കട്ടയാവുന്നില്ല കേട്ടോ. അപ്പോൾ ഓയിൽ സ്കിൻ ഉള്ളവർക്ക് ഒരാഴ്ചയിൽ 2-3 വട്ടമൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പാക്ക് ഇടാം. അതായത് നമ്മൾ പാലിലോ തൈരിലോ അല്ല ഈ പാക്ക് ഇടുന്നത്, നമ്മുടെ റോസ് വാട്ടറിലാണ് കേട്ടോ. റോസ് വാട്ടർ ഇല്ലെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട, നമ്മുടെ സാധാ പച്ചവെള്ളത്തിൽ നമുക്ക് ഈ പാക്ക് ഇടാം കേട്ടോ. അവർക്ക് എല്ലാവരുടെ വീട്ടിൽ ഇതൊക്കെ ഉണ്ടായിരുന്നൊന്നും വരില്ലല്ലോ. ഇന്ന് ഞാനിപ്പോൾ നമ്മുടെ പണ്ടത്തെ തൈരിൻ്റെ വീഡിയോ ഉണ്ടല്ലോ, അതിപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നല്ല തേൻ കിട്ടണമല്ലോ നമുക്ക് പാക്കുകൾ ഇടണമെങ്കിൽ. അപ്പോൾ തേനില്ലല്ലോ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി വിഷമമാണ്. അവർക്ക് ഇടാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഈ ഒരു ഐറ്റം ഇല്ലാത്തത് കൊണ്ട് അവർക്കത് ഇടാൻ പറ്റാതെ വരുമ്പോഴേ, തേനൊക്കെ ഒത്തിരി വിലയല്ലേ, നല്ല റേറ്റ് ഉണ്ട്. അപ്പം നമ്മളിവിടെ തേനെടുക്കായാലും എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ കുറേ നാളായിട്ട് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഇത്തിരി ലൂസ് പോലെ തോന്നിക്കഴിഞ്ഞാൽ ലേശം കൂടിയും നമുക്ക് മുൾട്ടാണി ഇട്ട് കൊടുക്കട്ടെ. ഇതിപ്പോൾ ഇത്തിരി ലൂസ് പോലെ ആയിട്ട് വന്നു, അപ്പോൾ കുറച്ചും കൂടിയും ഇട്ടിട്ട് ഇത്തിരി കട്ടിയിൽ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. എല്ലാവരും പാക്കുകളൊക്കെ ഇട്ടിട്ട് നല്ല നല്ല റിസൾട്ട് കിട്ടണമെന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഒപ്പം ഇടുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്ന് കേൾക്കുമ്പോഴേ, അപ്പോൾ അവർക്കൊക്കെ ആ റിസൾട്ട് കിട്ടുമ്പോഴുള്ള സന്തോഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ വിശ്വസിച്ചിട്ടാണ് കേട്ടോ അവരതൊക്കെ ചെയ്യണത്. അപ്പോൾ അവർക്ക് അതിൻ്റെ റിസൾട്ട് കൂടി കിട്ടുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് സന്തോഷം, അവർക്ക് സന്തോഷം. എല്ലാവർക്കും പാർലറിൽ പോയിട്ട് ഇതൊന്നും ചെയ്യാനുള്ള കഴിവൊന്നും ഉണ്ടാവില്ല. അപ്പം ഇന്ന് അങ്ങനെ ചെയ്യാൻ തോന്നിയെങ്കിൽ അതവർക്ക് നല്ലത്, നാച്ചുറൽ ടിപ്പാണ് ഇവർക്ക് എപ്പോഴും നല്ലത്. ഞാൻ അതിനെ മാത്രം അധികം പ്രോത്സാഹിപ്പിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ പാക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല റോസ് വാട്ടറും ആ മുൾട്ടാണിയും കാപ്പിപ്പൊടിയും കൂടി ആയപ്പോണ്ടല്ലോ, എന്താ ഒരു മണം, എന്താ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാമല്ലോ മുൾട്ടാണി. മുൾട്ടാണി എന്ന് പറഞ്ഞൊരു കളിമണ്ണാണ് ശരിക്കും പറയുകയാണെങ്കിൽ അല്ലേ. അതറിയാത്തവരൊന്നും ഉണ്ടാവില്ലല്ലോ. അത് ചുമ്മാ നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് മുഖത്ത് ഭയങ്കരമായിട്ട് ഡാർക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുത്താണ്ടല്ലോ, തൈര് പാല് വേണമെന്നൊന്നുമില്ല കേട്ടോ. എൻ്റെ പൊട്ട് ഊരിനത് നോക്കിയിട്ടിരിക്കുന്ന എനിക്കൊരു കുട്ടി ഉണ്ടായിരുന്നു ഇതിൽ. ഇപ്പോൾ കാണാനില്ല, എന്തെങ്കിലും തിരക്കിൽ പെട്ട് പോയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടേനെ. അവരൊക്കെ നമ്മൾ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാട്ടോ. പെരുകത്ത് മേതൊന്നും നമ്മളാക്കണ്ട കേട്ടോ. അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ടൊക്കെ ഇട്ടോളൂ കേട്ടോ. ഇതിപ്പോൾ കഴുകി കളയാനും നമുക്ക് ബുദ്ധിമുട്ടില്ല. ജസ്റ്റ് ഒന്ന് വെറുതെ വെള്ളത്തിൽ തൊടിയിച്ചിട്ട്
ഒന്നിങ്ങനെ നല്ല മിനുസത്തിൽ ഒന്നിങ്ങനെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഓയിലിനൊക്കെ നല്ലപോലെ വലിച്ചെടുക്കും നമ്മുടെ മുൾട്ടാണി. പറഞ്ഞല്ലോ ഞാനിതൊരു കളിമണ്ണിൻ്റെ ഐറ്റമാണ്. അപ്പോൾ ഉള്ളത് ഇപ്പോൾ കറക്റ്റാണ് എടുത്തത്. നമുക്കിവിടെ പിന്നെ അളവുകൾ കൃത്യമായിട്ട് നമുക്കറിയാലോ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെയല്ലേ ഡെയിലി ഒരു പരിപാടി. അപ്പോൾ നമുക്ക് അതിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ അറിയാം. മുൾട്ടാണിയുടെ ഗുണങ്ങൾ അറിയാത്തവർക്കാണ് ഇതിൻ്റെ ഒരു ഇത് കിട്ടുക. എന്താ പറയുക, ഞാൻ പറയണതിൻ്റെ മീനിങ് മനസ്സിലാവാണ്ട് വരും. പക്ഷേ മുൾട്ടാണിയൊക്കെ ഉപയോഗിച്ച് പിന്നെ ഇതിനൊരു ചെറിയൊരു ചിലൊരു നീറ്റൽ പോലെ ഉണ്ടാവില്ലേ, അത് വലിയ പ്രശ്നമാക്കേണ്ടത് അപ്പം തന്നെ മാറും കേട്ടോ. വലിയ നീറ്റലൊന്നുമില്ല, അത് ഇടുമ്പോഴത്തെ ഒരു ഇത് മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് റോസ് വാട്ടർ ഉണ്ടെങ്കിൽ നല്ലത്. ഇല്ലെങ്കിൽ നമ്മുടെ സാധാ പച്ചവെള്ളത്തിൽ നമുക്ക് ഇടാൻ പറ്റിയ ഓയിൽ സ്കിന്നുകാർക്ക് പാലും തൈരൊന്നും പറ്റില്ല. അപ്പോൾ അവർക്കൊക്കെ പറ്റിയിട്ടുള്ള പാക്കാണ്. പിന്നെ അവർക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീട്രൂട്ട്, തക്കാളി നീര്, അങ്ങനത്തെ നീരുകളിൽ നമുക്കിത് ചെയ്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ ഏറ്റവും ഗുണം ചെയ്യുക നമ്മുടെ റോസ് വാട്ടറാണ്. ഇപ്പോൾ എപ്പോഴും കാലത്ത് നമ്മൾ മുഖമൊക്കെ കഴുകി വന്നു കഴിഞ്ഞാൽ ഒരു തിരി റോസ് വാട്ടർ എടുത്തത് മുഖത്തൊന്ന് ടേപ്പ് ചെയ്ത് കൊടുക്കുക. അത് നല്ലതാണ്. ടേപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയ്യിലേക്ക് ഇതങ്ങനെ എടുത്തിട്ടേ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. അത് ഒന്നാമത് അതൊരു യോഗ കൂടിയാണ്, നല്ലൊരു മസാജാണ്. നമ്മൾ വെറുതെ ഇങ്ങനെ ആക്കാൻ പറയണത് നല്ല നമ്മുടെ മുഖത്തിന് കൊടുക്കണ നല്ലൊരു എക്സർസൈസും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, മനസ്സിലായ? അപ്പോൾ ആ റോസ് വാട്ടർ എടുത്തിട്ട് മുഖത്ത് തേച്ചിട്ട് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അത് അവിടെ മുഖത്ത് ഇരുന്ന് വലിയും ചെയ്യും. നമുക്ക് നല്ലൊരു എക്സർസൈസ് കിട്ടും ചെയ്യും. നമ്മുടെ മുഖത്തിന് നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ വരും കേട്ടോ. അങ്ങനെയൊക്കെയാണ് നമുക്ക് മുഖത്തിനൊന്ന് സെറ്റപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മളും കൂടി വിചാരിക്കണേ ചെയ്യാനായിട്ട്. ചില നേരത്ത് ലൈറ്റ് വല്ലാണ്ട് കൂടണം അല്ലേ, ചില സമയത്ത് കുറച്ച് ഡിമ്മായിട്ട് വരണം. ഇത് നമുക്കൊരു 15 മിനിറ്റ് വയ്ക്കുന്നുണ്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വലിയും. ഒരു ഫാനിൻ്റെ ചുവട്ടിലിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റ് ആകുമ്പോഴേക്കും വലിയും. ഇല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്. എന്നിട്ട് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ തളിച്ച് കൊടുത്തിട്ട് പതുക്കെ മസാജ് ചെയ്തിട്ട്, അപ്പോൾ ആ ഒരു കിട്ടുന്ന ഒരു മസാജ് നല്ലതാണ് കേട്ടോ. ആ മസാജ് ചെയ്തിട്ട് കഴുകിക്കളയുക. കിഡ് റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കഴുകിയിട്ട് റിസൾട്ട് കൂടി കാണിച്ചു തരാം. ഞാൻ പറഞ്ഞു എൻ്റെ ഓയിൽ സ്കിന്നല്ല, എനിക്ക് എല്ലാ പാക്കും ഇടാൻ പറ്റും. അങ്ങനത്തെ ഒരു സ്കിന്നാണ് തമ്പുരാൻ എനിക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പാക്കൊന്നും എനിക്ക് ഇട്ട് കാണിച്ചു തരാമല്ലോ നിങ്ങൾക്ക്. ഒന്നും ഞാൻ ഇടാതിരിക്കില്ല. മഞ്ഞൾപ്പൊടി വരെ ഇപ്പോൾ കറക്റ്റായി. മഞ്ഞൾ എനിക്ക് പറ്റാതിരുന്ന ആളാണ്. അപ്പോൾ മഞ്ഞൾ പോലെ എനിക്ക് പറ്റിയെന്നാണ് പറയണത്. പിന്നെ ഇന്നലെ ഇവിടെ പുറത്ത് ഇങ്ങനെ ഇരുന്ന് ചുമച്ചപ്പം അടുത്ത് ചേച്ചി എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ചുമ്മാ വന്നതാണ്, ഇങ്ങനെ മുറ്റത്ത് റോഡാണ്. അപ്പോൾ അങ്ങനെ അവർ പോയപ്പോൾ ഇങ്ങനെ ചുമക്കാണ്ടപ്പോൾ എനിക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല. അവർ പറയുന്നത് എനിക്ക് സംസാരിക്കാൻ പറ്റണില്ല മറുപടി. അപ്പോൾ അവർ പറഞ്ഞതിൻ്റെ അടുത്ത് നമുക്കിങ്ങനെ കുത്തി വരുന്ന ചുമണ്ടല്ലോ, അപ്പോൾ നമുക്ക് ചങ്കിൽ കഫം നിന്നിട്ടാണ് നമുക്ക് ഈ കുത്തൽ വരുന്നത്. അപ്പോൾ അത് പോകാനായിട്ട് ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളിയും ഒരു 2 ചെറിയ കഷ്ണം ഇഞ്ചിയും 2-3 പോറ്റ് വെളുത്തുള്ളിയും കൂടിയിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഫം ഇങ്ങനെ ഇറങ്ങിപ്പോകും. ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ തുപ്പാനായിട്ട് പറ്റും. ചങ്കിലിങ്ങനെ നിന്നിട്ട് നമുക്ക് ആ ഒരു തടസ്സം ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ കുടിച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു ആശ്വാസം കിട്ടും. ആ ഉഷാറിലാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അധികം കുടിക്കാനൊന്നുമില്ല. ഒരു 2 ഗ്ലാസ് കുടിക്കുമ്പോൾ തന്നെ നല്ല മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ സുഖമായിട്ട് ഉറങ്ങും കൂടി ചെയ്തു. വൈകുന്നേരം ഒരു കുഴപ്പമില്ലാണ്ട് ഞാൻ ഉറങ്ങും ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ നമുക്ക് ആ ചുമ വിട്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനമാണ്. അപ്പോൾ കുറേയൊക്കെ നമ്മൾ ഒറ്റമൂലികൾ നോക്കുക, എന്നിട്ടൊക്കെ മരുന്നിലേക്കൊക്കെ പോയാൽ മതി കേട്ടോ. അപ്പോൾ നല്ലതാണ് കേട്ടോ. അപ്പോൾ പറ്റിങ്ങ അതും കൂടി ഒന്ന് ചെയ്ത് നോക്കിയുള്ളൂ. ഞാനതിപ്പോൾ ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എല്ലാവരായിട്ടൊന്ന് ഷെയർ ചെയ്തത്. അതിനായിട്ട് ഇനി ഒരു വീഡിയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എല്ലാവരായിട്ടൊന്ന് ഷെയർ ചെയ്തെന്നുള്ളൂ. ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ എല്ലാവർക്കും ഉണ്ട് ഈ കുത്തി ചുമ. നമുക്ക് കഴുകിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മുഖമൊക്കെ കഴുകി വന്നിട്ടോ നല്ല റിസൾട്ട് തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ സ്കിന്നുകാർക്കാണ് മെയിനായിട്ട് ഈ പാക്ക്. പക്ഷേ
നമ്മുടെ നോർമൽ സ്കിന്നുകാർക്കും നമുക്ക് ഈ പാക്ക് ഇടാം കേട്ടോ. നല്ല റിസൾട്ടാണ്. കുറേ നാളുകളായിട്ട് പാക്കുകളൊന്നും ഇടാൻ പറ്റിയില്ലെങ്കിൽ അഥവാ നമുക്ക് പെട്ടെന്നൊരു ഫംഗ്ഷനൊക്കെ പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടാൻ പറ്റിയിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുഖം കഴുകുമ്പോൾ ആദ്യം കുറച്ച് വെള്ളം തിളയ്ക്കുക. നമുക്ക് ഈ മുൾട്ടാണിയുടെ അത് ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും വലിയും. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് റോസ് വാട്ടർ കയ്യിലാക്കിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് നേരം കൂടി നമുക്കത് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ സംസാരിക്കാനോ പിടിക്കാനോ പാടില്ല. സ്കിന്നൊക്കെ നല്ല ടൈറ്റ് ആവും. അപ്പോൾ നമുക്ക് സംസാരിക്കുമ്പോൾ ചുളിച്ചിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വേണ്ടാതെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. ഒരു കുഞ്ഞു ചാനലാണ്, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്ത കിഡി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.